ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാത്രിന് നമ്മൾ കുറേ അധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ രാത്രിയാണ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. രാത്രി ഖത്തർ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ഞാൻ ഖത്തറിലെ ഈ രാത്രികൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ലൈറ്റും ആ ബിൽഡിങ്സും കാണാൻ കിടുവാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഖത്തർ ഒരാഴ്ചയിൽ കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചാലും നമ്മൾക്ക് എന്നും കാണുമ്പോൾ ഒരു പുതുമയായിരിക്കും കേട്ടോ. മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഈ നഗരത്തിൻ്റെ എന്താ പറയുക, ലൈറ്റ്സ് ആണ്. അപ്പം ഞങ്ങൾക്ക് പോണ സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇക്കയാണ് കേട്ടോ ഞങ്ങളെ നേരെ കൊണ്ടുപോയിട്ട് ലുസൈലിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഈ നഗരങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കാറിൽ കയറി കേട്ടോ. അപ്പോൾ ലുസൈലിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ലുസൈലിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലുസൈലിലെ വേറൊരു പ്ലേസാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം രാത്രി വന്നിട്ടുള്ളത് നമ്മൾ ലുസൈലിലെ ക്രസൻറ്റ് ടവറിലാണ് കേട്ടോ. ഖത്തറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലേസിൽ ഒന്നാണ് ഈ ക്രസൻറ്റ് ടവർ. 2022 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് കേട്ടോ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്തുനിന്ന് കാണുമ്പോൾ എന്തായിരിക്കും, അടിപൊളി ലുക്കാണ് കേട്ടോ അതിന്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ല ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിൽ സഞ്ചരിക്കാവുന്നതാണ്. പിന്നെ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മോന് ചെറുതായിട്ടൊന്ന് ഇറങ്ങിപ്പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്രിസൻറ്റ് ടവറിൻ്റെ താഴെയായിട്ട് തന്നെ ഇതേപോലെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ട് കേട്ടോ. അതിൽ കൂടെ കണ്ടതും കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോന് ഓടിക്കളിച്ച അവസാനം നനഞ്ഞു കുതിർന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് റോസ്വുഡ് ബിൽഡിംഗ് ആണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഒരു ടവറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അതങ്ങനെ കടൽ നോക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ കടൽ ആസ്വദിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കോഫി ഷോപ്പും ഉണ്ട്, അതിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഖത്തറിൽ ചെറുതായിട്ട് ചൂട് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഈവനിങ് ടൈം നല്ല പോലെ തന്നെ കടലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റോസ്വുഡ് ബിൽഡിങ്ങിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് നേരെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു വെള്ളം കൊണ്ട് തീർത്തിട്ടുള്ള ഒരു അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ, വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് കണ്ടത്. അങ്ങനെ ഇതൊക്കെ കണ്ട് നല്ല വൈബൊക്കെ രാത്രിയിൽ ആസ്വദിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.